അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു 3, 4, 6, 7 ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചതാണെന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൽ വരുന്ന നോക്കിക്കേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പോയിന്റ് ഔട്ട് എനി ടു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ. സ്റ്റേറ്റ് എന്താണ്, അസോസിയേഷൻ എന്താണ്, ഏതാണ് ചാപ്റ്റർ? ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടിന്റെ മീനിങ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യന് അതിന്റെ രണ്ടിന്റെ മീനിങ് എഴുതിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ മാക്സിസം ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് വെൻ പെസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം എന്താണ് മാക്സിസം? നമുക്കറിയാം മാക്സിസം എത്രാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്? 2ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്. അതിന്റെയൊക്കെ ലിങ്ക് താഴെയുണ്ട്. അപ്പം എന്താണ് മാക്സിസം, അതിന്റെ ഫീച്ചേഴ്സ് എന്തോന്നൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 8 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം എന്താണ് മാക്സിസം എന്ന് എഴുതണം. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഹിസ്റ്ററി അറിയാമെങ്കിൽ അതും കൂടി എഴുതി. അതായത് പണ്ടത്തെ കാലത്ത് കാറൽ മാർക്സ് ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണെന്ന് നമുക്കറിയാം. അപ്പം അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ അതും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് നോക്കിക്കേ, 18ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഇക്വാലിറ്റി. ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്? 6ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റി പഠിച്ചത്. അപ്പൊ അതും 8 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ എന്താണോ പറയുന്നത് അതിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവിടെ എഴുതാനായിട്ട് ഉള്ളത്. പിന്നെ അടുത്ത് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിലേക്ക് PDF പോവാം കേട്ടോ. നെക്സ്റ്റ് PDF വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാല് കൺസെപ്റ്റ് ഓഫ് സർവോദയ 4ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് സർവോദയ? ഗാന്ധിജി കൊണ്ടുവന്ന ഒരു ആശയമാണ് സർവോദയ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് 2 മാർക്കിന് എഴുതാനാണ്. അപ്പൊ എന്താണ് സർവോദയ എന്ന് മാത്രം നിങ്ങൾ എഴുതാനായിട്ട് മതി. ദേ 17ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈലൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ലിബറലിസം. 8 മാർക്കിനാണ്. അപ്പം ലിബറലിസം എന്താണ് നമ്മൾ നോക്കി. ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മൾ നോക്കി. അതിന്റെ ഹൈലൈറ്റ്സ് കാര്യങ്ങൾ എഴുതാനാണ് ഇതിലേക്ക് ചോദിച്ചേക്കുന്നത്. അതേപോലെ തന്നെ എന്താ മാക്സിസിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നോക്കിയേ 18ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലെ റൈറ്റ് ടു ഫ്രീഡത്തിനെ പറ്റിയിട്ട് എഴുതാനാണ് വന്നേക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അനലൈസ് ദി 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് മെൻഷൻ ഇൻ ടു റൈറ്റ് ടു ഫ്രീഡംസ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഫണ്ടമെന്റൽ റൈറ്റ് എന്താന്ന് എഴുതണം. അതിന് താഴെ വരുന്ന 6 ഫണ്ടമെന്റൽ റൈറ്റ് എഴുതണം. അത് കഴിഞ്ഞ് എന്താ റൈറ്റ് ടു ഫ്രീഡത്തിനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം എഴുതാനായിട്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ വേണം എഴുതാനായിട്ടുള്ളത്. പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോ കിടക്കുന്ന ഫസ്റ്റത്തത് നോക്കിക്കേ, കാറൽ മാക്സിന്റെ പൊളിറ്റിക്സ് മീൻസ് എന്തോന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് നോക്കുക. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? പത്താമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിനാണ്. സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 5 ഡിഫറൻസ് എഴുതാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയിട്ട്, റൈറ്റ് ടു ഫ്രീഡത്തിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് നോക്കിയേ. വാട്ട് യു മീൻ ബൈ ദി ഫണ്ടമെന്റൽ റൈറ്റ്? മെൻഷൻ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്. 6 ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയിട്ട് ചോദിച്ചേക്കുന്നുണ്ട്. അതില് നമ്മളപ്പോ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ടു ഫ്രീഡത്തിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ എഴുതുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കാണിക്കാം.
ഒന്ന് നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി 5 ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ. സ്റ്റേറ്റും അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയിട്ടും റൈറ്റ് ടു റിലീജിയനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് എഴുതണം. അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയൻ കുറച്ചുകൂടി നന്നായിട്ട് എഴുതാനായിട്ട് നോക്കണം. പിന്നെ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഫൈൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 points of distinction between state and association. അസോസിയേഷൻ സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കിന്. അതേപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ആൻഡ് പോളിസി, അതേപോലെ തന്നെ ഡിഫറൻസ്, എക്സ്പ്ലെയിൻ ദി ലിബറലിസം. ഇതൊക്കെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നമുക്ക് എന്താ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഇക്വാലിറ്റി ബേസ് ചെയ്തിട്ടായാലും ശരി, സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ബേസ് ചെയ്തിട്ടായാലും ശരി, ലിബറലിസത്തിനെ പറ്റിയിട്ടായാലും ശരി,